നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കേരള വിഷൻ ന്യൂസ് ഇന്നത്തെ കേരളം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയ യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ മധുവധക്കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി ഇന്ന് കോടതി പ്രഖ്യാപിക്കുകയാണ്. 14 പേരെ ഇന്നലെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനെപ്പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ അരിക്കൊമ്പന്റെ ദൗത്യമാണ്. ഇടുക്കിയിലെ അരിക്കൊമ്പന്റെ ദൗത്യത്തിൽ നിർണായക വിധി ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. അതുപോലെ തന്നെ വിദഗ്ധ സമിതി ഇന്ന് ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട് പങ്കുവയ്ക്കാൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മധുവധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. കേസിൽ 14 പ്രതികൾ. ശിക്ഷ പ്രഖ്യാപിക്കുന്നത് മണ്ണാർക്കാട് SC/ST കോടതി. പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മധുവിന്റെ കുടുംബം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ 34 കുറ്റങ്ങൾ ചുമത്തി മൻഹാറ്റൻ കോടതി. നടപടി അവിഹിത ബന്ധം മറച്ചുവെക്കാൻ പോൺ താരത്തിന് പണം നൽകിയെന്ന കേസിൽ. കേസിലെ വാദം ഡിസംബർ 4 മാറ്റി. കുറ്റം നിഷേധിച്ച് ട്രംപ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിക്കായി തിരച്ചിൽ ഊർജിതം. പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ വിലാസം പോലീസ് പരിശോധിക്കുന്നു. UPക്ക് പിന്നാലെ ഡൽഹിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് അന്വേഷണ സംഘം. കേരളത്തിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ ഡൽഹിയിലേക്ക്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ സമരം തുടരാൻ UDF. ഇന്ന് രാജ്ഭവന് മുന്നിൽ സത്യഗ്രഹ സമരം. അദാനി വിഷയവും സമരത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടും.